Welcome to SAC, CACPT Maths Part 2, Ratio. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റേഷ്യോന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചു. Then in this video we discuss how to compare two ratios. How to compare. Okay. Consider two ratio. Suppose A 2:1/3 is to 3:1/3, and another ratio B 3.6 ratio 4.8. There are different methods. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം. നമുക്ക് സ്പീഡാണ് ഏറ്റവും വേണ്ടത്, ടൈം ഏറ്റവും കുറഞ്ഞ സമയത്തുള്ളിൽ ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. സാർ ആദ്യം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡ് പെട്ടെന്ന് പറയാം, അതിനുശേഷം നോർമൽ മെത്തേഡ് പറഞ്ഞുതരാം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നതിനെ നമ്മൾ ഈക്വലന്റ് ഫ്രാക്ഷനാക്കി മാറ്റണം. ഇത് ഈക്വലന്റ് ഫ്രാക്ഷൻ അല്ല, ഈ 2:1/3 എന്നുള്ളത്. അത് വെരി സിമ്പിളാണ്. അങ്ങനെ ആക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെരി സിമ്പിൾ. ഈ 2ഉം 3യും തമ്മിൽ ഗുണിക്കുക. ഇപ്പം എന്ത് കിട്ടും? 2 × 3. ഓക്കെ, ദെൻ ഈ മുകളിലത്തെ 1 കൂട്ടുക, പ്ലസ് 1 ഡിവൈഡഡ് ബൈ this one 3 ratio. Similarly ഇവിടെ 3 × 3. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം നമ്മൾ. 3 × 3 പ്ലസ് 1 divided by 3. So it becomes 2 × 3 6 plus 1 7. 7/3 ratio, and this one 9 plus 1 10. 10/3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ള രണ്ട് റേഷ്യോന്റെ അപ്പുറം ഇപ്പുറം സെയിം ആയിട്ടുള്ള 1/3 രണ്ട് സ്ഥലത്തും സെയിം ആയിട്ടുണ്ട്. 3 get cancel. So it become 7:10. Clear? So നമ്മൾ നേരത്തെ പഠിച്ചു A/B can be written as A:B. Okay, so A is to be written as A/B. So here it is equal to 7/10, which is equal to 0.7. So calculator ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് using calculator can be find very easily. Okay, similarly in this section 3.6 4.8. സോ ഇവിടെ നമ്മൾ 3 പോയിന്റ് കളയണമെങ്കിൽ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻറ്റു 10 ഹിയർ ഇൻറ്റു 10. സോ പോയിന്റ് പോയി 36:48. ഓക്കെ, കോമൺ ആയിട്ട് ഇതിനകത്ത് വെട്ടി പോകുന്നത് ആരാ? 36ലും 48ലും 12 നമുക്ക് 3 times. Here 12 4 times. Okay, so it become 3/4. So it is written as 3/4. So you can easily calculate but what is 3/4 using calculator. You got 0.75. Okay, compare this 0.7 and 0.75. Which is larger? 0.75. Okay, so which ratio is larger? Option B. Clear? Another method. Okay, again question എന്തായിരുന്നു? Question A 2:1/3 ratio 3:1/3. Question B
3.6 ratio 4.8. Clear? First, convert it to equal fractions. നമുക്ക് ഈക്വൽ ഫ്രാക്ഷനാക്കി മാറ്റാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈക്വൽ ഫ്രാക്ഷനാക്കി മാറ്റുമ്പോൾ 2 into 3 6 plus 1 7 7/3 and ratio 3 into 3 9 plus 1 10 10/3. So 3 get cancelled. It is 7/10. Okay. Similarly here 3.6 into multiplied by 10 into 10, so it become 36 ratio 48. Clear? So we can write it as 36/48. Okay. വെട്ടിപ്പോവും, നേരത്തെ കിട്ടിയ പോലെ 3/4 കിട്ടി. Clear? Okay. How to compare 3/4 and 7/10 without using calculator? Okay. Look at the denominator. Here 10, here 4. Find the LCM. LCM. How to find LCM? Very simple. 10. With the denominator is 10. Okay. Then 4 is comma 4. രണ്ടിലും കോമൺ ആയിട്ട് എന്ത് പോവും? 2 പോവും അല്ലേ? So 10 2 5 times, 4 2 times. ഇനി ഈ 5ലും രണ്ടിലും കോമൺ ആയിട്ടൊന്നും പോവില്ല. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ 3 പേരെയും നമുക്ക് എന്ത് ചെയ്യാം? ഗുണിക്കാം. അപ്പോൾ അങ്ങനെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, 2 into 5 into 2. This 2 5 2. So 20. The answer is 20 is the LCM. Clear? അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ രണ്ട് റേഷ്യോയും എടുത്തെഴുതാം. സപ്പോസ് 7/10. 7/10 അതെടുത്ത് എഴുതി. സിമിലാർലി 3/4. 3/4 അതും എടുത്ത് എഴുതി. 3/4. ഓക്കെ. നമ്മുടെ LCM എന്താണ്? LCM 20 ആണ്. എത്രയാണ്? 20. LCM എത്രയാണ്? 20. അതായത് ഈ 20 ആക്കണം താഴെ, രണ്ടുപേരും താഴെ എത്രയാക്കണം? 20. ഇവിടെ 20 ആവണമെങ്കിൽ ഇവിടെ എത്ര കൊണ്ട് ഗുണിക്കണം? ഒരു 5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ. അപ്പോൾ ഡിനോമിനേറ്റർ ഗുണിക്കുമ്പോൾ ന്യൂമറേറ്ററെ നമ്മൾ ഗുണിച്ചിരിക്കണം. ക്ലിയർ? ഇറ്റ് ബിക്കം 3 into 5 15. 15/20. ക്ലിയർ? ഇവിടെ 20 ആക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നത്? 10 ആണ് താഴെ ഉള്ളത്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ LCM പോലെ ആക്കണം താഴെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറ്റ് ബിക്കം 14. 7 into 2 14/20. ഓക്കെ. ഇനി നമുക്ക് വെരി സിമ്പിൾ ആണ്. ഇവിടെ 20യുടെ മീതെ 15 ആണ്, ഇവിടെ 20യുടെ മീതെ എത്രയാണ്? 14 ആണ്. ഏതാണ് വലുത്? ഇതല്ലേ വലുത്. സോ ദിസ് വൺ ഈസ് ഗ്രേറ്റർ. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ക്ലിയർ? ഫസ്റ്റ് മെത്തേഡാണ് നല്ലത്, നമുക്ക് എളുപ്പം ചെയ്യണമല്ലോ CPTക്ക്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എ ക്വാണ്ടിറ്റി ഇൻക്രീസസ് or decreases in the ratio a raised to b. If a quantity increase or decrease in the ratio a raised to b, then new quantity പുതിയ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ new quantity is equal to
B into, that means denominator, original quantity divided by A. B into original quantity divided by A. Okay. ഇത് മനസ്സിൽ വെച്ചേക്കാം. എന്താണ്? A raised to B എന്ന അനുപാതത്തിൽ ഒരു ക്വാണ്ടിറ്റി കൂടുകയോ കുറയുകയോ ചെയ്താൽ പുതുതായിട്ട് ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B എന്ന് പറയുന്ന താഴെ കിടക്കുന്ന റേഷ്യോ ഇൻറ്റു ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ മുകളിലത്തെ റേഷ്യോ ആയിരിക്കും. NB നമ്മൾ മനസ്സിൽ ഓർമ്മയിൽ വെക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഫോർ എക്സാമ്പിൾ, റോണിയുടെ വെയിറ്റ്, റോണിയുടെ ഭാരം, റോണിയുടെ വെയിറ്റ് ഈസ് 56.7 kg. So Ronnie's weight is 56.7 kg. If he reduces his weight in the ratio 7.6, he reduces his weight in the ratio 7%. Okay, ഇവിടെ 56.7 കിലോഗ്രാം ഉണ്ടായിരുന്ന ഭാരം ഈ റേഷ്യോയിൽ കുറച്ചു, decreases. Okay, in the ratio 7:6. Find his new weight. What is new weight? Okay, he reduces his weight, initial weight 56.7 in the ratio 7:6. So it's very simple. This one is taken as A, 7, and this one is B. Our formula, new weight is equal to the last one B, that is 6, into original quantity, then original weight 56.7 divided by the first term A, that is 7. Using calculator you can find the new weight. It is equal to 48.6 kilogram. Clear? And the next Thank you. Please subscribe to our YouTube channel for new video updates. Thank you once again.